Amen.
കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളത്തിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ പ്രതിഷ്ഠാകുമാരുടെ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും കൃത്യപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സഖാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. പരിപാലന സർവേശ, പരിപാലന അമർത്യനുമായ കർത്താവിന്റെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കുകയും വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധാദിനെ അനുഗ്രഹിക്കട്ടെ. ഇക്കാരണത്താൽ വിജാതിയായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പറ്റി കടന്നുകാരനായി നിൽക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യത്തെ എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തലർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനെ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതീയ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെയും യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗങ്ങളുമാണ്. ദൈവത്തിന്റെ കൃപാവരത്തിൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. വിജാതിയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സഭത്തെക്കുറിച്ചും പ്രസംഗിക്കുവാനും സകലത്തിന്റെ നാഥനായ ദൈവദ്വീപങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമായി
വ്യക്തമാക്കി കൊടുക്കുവാനുള്ള വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായി എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയങ്ങളിലുള്ള ശക്തികൾക്കും അധികാരികൾക്കും സഭയുടെ ദൈവത്തിനെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. അവരിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ പ്രത്യേകത അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളെ നിങ്ങളുടെ മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസികളെ സൗഖ്യമുയരും പകരും മൊഴികൾ മോദാ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം അവനെ കണ്ടവനെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെ അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, ലോകം നിന്നും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നതോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അവർ ഒന്നാമത് വിശ്വാസികളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കൈയിലെത്തും. മാരകമായി കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തുനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഉദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടവരെ അപ്പസ്തോലന്മാർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർക്ക് തന്നെ അത് വിശ്വാസമായി മാറിയില്ല. മാത്രമല്ല, കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടെങ്കിലും അവരത് സാക്ഷ്യം പറഞ്ഞപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈശോ അവരുടെ പ്രത്യക്ഷപ്പെട്ട അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് ബോധ്യപ്പെടാൻ പല അവസരങ്ങൾ ഒരുങ്ങി കിട്ടി. പക്ഷെ അവസരങ്ങളിൽ അവർ നിഷേധിച്ചു. ഹൃദയകാഠിന്യം എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. ഹൃദയകാഠിന്യത്തെയും അവിശ്വാസത്തെയും കുറ്റപ്പെടുത്തിയ കർത്താവ് തുടർന്ന് പറയുന്നത്, നിങ്ങൾ പോയി പ്രഘോഷിക്കും. കാരണം ഇനി പ്രഘോഷിക്കുമ്പോഴാണ് ഈ അനുഭവം അവർക്ക് ആഴത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതും അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതും ഈ കർത്താവിനെ പ്രഘോഷിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ അവരുടെ വിശ്വാസത്തെ കുറ്റപ്പെടുത്തുകയും അവിശ്വാസത്തെ കുറ്റപ്പെടുത്തുകയും ഹൃദയകാഠിന്യത്തെ അല്പം പരോക്ഷമായ രീതിയിലൊക്കെ പരാമർശിച്ചെങ്കിലും തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോയി പ്രഘോഷിക്കണം. അങ്ങനെ പ്രഘോഷിച്ച് നിങ്ങൾ സ്നാനപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മനുഷ്യരെ നിങ്ങൾ സ്നാനപ്പെടുത്തി അങ്ങനെ നിങ്ങൾ വചനത്തിന്റെ പ്രഘോഷകരായി ഈ വിശ്വാസം കൈമാറുന്നവരായി നിങ്ങൾ മാറണം.
വിശ്വാസം കൈമാറുമ്പോഴാണ് അത് ആഴപ്പെട്ട് കിട്ടുന്നത്. ഇവിടെയാണ് CCC കാറ്റഗോറിക് കാത്തലിക് ചർച്ചിന്റെ പഠനങ്ങളിൽ അനുശാസനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത് സഭയുടെ പഠനങ്ങൾ ആനുകാലികമായി സഭ സംക്ഷിപ്തമായി നൽകിക്കൊണ്ടിരിക്കും. ഈ കാലഘട്ടത്തിൽ നമുക്ക് സംക്ഷിപ്തമായി നൽകിയിരിക്കുന്ന വേദപാഠ ഗ്രന്ഥമാണ്, വേദഭാഗ പുസ്തകമാണ് നമുക്കറിയാം സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം. അതിനകത്ത് അതിന് മുഖവരെ സൂചിപ്പിക്കുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് നമുക്ക് ബുദ്ധിയെ അഭിലഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള ആശ്രയമാണ്. ഇന്ന് മാർപ്പാപ്പ അതിനുമായി ബന്ധപ്പെട്ട് പറയുന്ന വചനം എഫേസ്യരുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനമാണ്. എഫേസ്യരുടെ ലേഖനം 3:19 ഇങ്ങനെ വായിക്കുന്നു: അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ സമ്പൂർണ്ണതയാൽ നിങ്ങൾ നിറയണം. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത്, ഈ വിശ്വാസം എന്ന് പറയുന്നത് അത് അറിവിനെ അതിശയിക്കുന്നതാണ്. അറിവിനെ അതിശയിക്കുന്ന ഈ വിശ്വാസം തുടർന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു 4 തലങ്ങളിലൂടെയാണ് അത് വികസിച്ചു വരുന്നത്. ഒരു 4 തലങ്ങളിലൂടെ വിശ്വാസം വളർന്നു വലുതാവും. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഈ വിശ്വാസം ഒരു രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. രഹസ്യം വെളിപ്പെടുന്നതാണ്. പൗലോസ് എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 27 അത് സൂചിപ്പിക്കുന്നുണ്ട്. യുഗങ്ങൾക്കും തലമുറകൾക്കും മുമ്പേ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു വലിയ രഹസ്യം ഞാൻ നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്നു. ഈ രഹസ്യം ഇതാണ്: കർത്താവായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് തന്നെ. ഇപ്പൊ കർത്താവായ ക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്നത് വിശ്വാസമാണ്, അത് രഹസ്യമാണ്, രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. ഈ രഹസ്യമാണ് വിശ്വാസത്തിന്റെ പരീക്ഷണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തുടർന്ന് കൊരിന്തോസ്യർക്ക് 2-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 5 വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, നിങ്ങൾ തന്നെ പരീക്ഷിച്ചറിയുവിൻ. കർത്താവായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കും. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യമാണ്. ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ള ബോധ്യം എന്ന് പറയുന്നത് എങ്ങനെ പരീക്ഷിച്ചറിഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് കൊരിന്തോസ്യർക്കുള്ള 1-ാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 3 വായിക്കുന്നത്: യേശു കർത്താവാണെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മ മുഖേന അല്ലാതെ ആർക്കും സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് യേശു കർത്താവാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. യേശുവിനെ വിപ്ലവകാരിയായിട്ടും യേശുവിനെ സാമൂഹിക പരിഷ്കർത്താവായിട്ടും മനഃശാസ്ത്രനായിട്ടും പല രീതികളിൽ യേശുവിനെ ചിത്രീകരിക്കുമ്പോഴും യേശു ദൈവത്തിന്റെ പുത്രനാണ്, യേശു ദൈവമാണ്, അവൻ കർത്താവാണ് എന്നൊരു വ്യക്തിക്ക് പറയണമെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണം. അങ്ങനെ പരിശുദ്ധാത്മാവ് യേശുവിനെ വെളിപ്പെടുത്തുമ്പോഴാണ് യേശു നമുക്ക് മറ്റൊരു കാര്യം വെളിപ്പെടുത്തി തരുന്നത്. അത് റോമായിട്ട് 14:15 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ കൈക്കൊണ്ടിരിക്കുന്നു. ഭയമൊക്കെ മാറിപ്പോകും, ഭീരുത്വമൊക്കെ മാറും. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ കൈക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവ്. അങ്ങനെ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളാണ്, നമ്മൾ അവകാശികളാണ്. അവകാശികൾ എന്നുള്ള അവബോധമാണ് നമുക്ക് വിശ്വാസം തരുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രസിദ്ധി അവിടെയാണ്. മറ്റു മതഗ്രന്ഥങ്ങളിലും അതുപോലെയുള്ള പഴയ നിയമത്തിൽ പോലും ദൈവത്തിന്റെ അടിമയായിട്ടാണ് മനുഷ്യനെ കാണുന്നത്. ഹൈന്ദവ പശ്ചാത്തലത്തിലൊക്കെ 30 കോടി ദൈവങ്ങളുണ്ട്. തൂണിലും തുരുമ്പിലും ദൈവത്തെ കാണും. മുസ്ലിങ്ങൾക്ക് ദൈവം അടിമത്വത്തിന്റെ ഒരു തലമാണ്, നിയമങ്ങൾ അനുഷ്ഠിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവം പിതാവാണ്, നമ്മളെ പിതാവിന്റെ മക്കളാണ്, നമ്മൾ അവകാശികളാണ്. അപ്പൊ രഹസ്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ അവകാശികളാണെന്നുള്ള ബോധ്യം വരും. ഈ ബോധ്യം ലഭിക്കുമ്പോഴാണ് മാർപ്പാപ്പ പറയുന്നത്, CCC പറയുന്നത്, നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇവിടെയാണ് സന്തോഷം. സന്തോഷം മറ്റൊന്നും കിട്ടുമ്പോഴല്ല, ഈ വിശ്വാസം വെളിപ്പെട്ട് കിട്ടുമ്പോൾ, അത് ആഴപ്പെടുമ്പോൾ, ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ, ദൈവം നമ്മുടെ പിതാവാണ് എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് സന്തോഷം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് 2-ാമത്തെ പോയിന്റ് വരുന്നത്. ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. അത് ലോകം തരുന്നത് പോലെയല്ല. യോഹന്നാൻ സുവിശേഷം 14:27 പറയുന്നുണ്ട്, ഞാൻ തരുന്ന സമാധാനത്തിന് മാറ്റമില്ല. ലോകം തരുന്ന സമാധാനത്തിന് മാറ്റമുണ്ട്. കാരണം യേശുവിനെ തന്നെയാണ് തരുന്നത്. എഫേസ്യർ 2:14 വായിക്കും, പീസ് ഓർ പീസ്,
അവനാണ് സമാധാനം. യേശുവിനെ തന്നെയാണ് നമുക്ക് തരുന്നത്. യേശുവാണ് നമ്മുടെ സമാധാനം. അതിന് മാറ്റമില്ല എന്നൊക്കെ പറയുമ്പോൾ മാറ്റമില്ലാത്ത സമാധാനം, മാറ്റമില്ലാത്ത സന്തോഷം ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ് ഒരു കൂട്ടായ്മ ആവശ്യമാണ്. ഇവിടെയാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഒക്കെ പ്രസക്തി, കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിന്റെ ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ കാലത്തും ഒക്കെ ഞാൻ അതിനകത്ത് വന്ന് 24 വർഷമായി. 24 വർഷത്തിന് മുമ്പൊക്കെ ഹൈറേഞ്ച് മേഖലകളിൽ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാനുണ്ടായ കാരണം, കൂടെ സമയം ചെലവഴിക്കാനുണ്ടായ ഒരു കാരണം എന്നൊക്കെ പറയുന്നത്, ഈ കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പുകാർക്ക് എന്തോ സന്തോഷമാണ്, അവർക്കൊരു സമാധാനമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കും സമാധാനമാണ്. ചിലയിടത്ത് നമ്മുടെ ഉള്ള സമാധാനമൊക്കെ പോകും. ഉള്ള സമാധാനം പോയി നമ്മൾ ആളുടെ റൗഡിയായിട്ട് മാറും. പിന്നെ ആൾക്കാർ പറയും അങ്ങനെ റൗഡിയാണ്, അങ്ങനെ ഭയങ്കര തല്ലിപ്പൊളിയാണ് എന്നൊക്കെ പറയിപ്പിക്കുന്ന ലെവലിൽ ആൾക്കാർ ഇടപെടുമ്പോൾ കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പിൽ ചെന്നാൽ എന്തോ ഒരു ആനന്ദം, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ഭയങ്കര സംതൃപ്തിയുടെ അനുഭവം. അതുകൊണ്ടാണ് ഞാനൊക്കെ 24 കൊല്ലമായി ഈ ശുശ്രൂഷയിൽ നിൽക്കാനിടയാകുന്നത്. സൂചിപ്പിച്ചു വരുന്നത് സന്തോഷം പങ്കുവയ്ക്കാനാണ് കൂട്ടായ്മ വേണ്ടത്, ഇടവക വേണ്ടത്, സഭ വേണ്ടത്. അങ്ങനെ സന്തോഷം പങ്കുവയ്ക്കാൻ കൂട്ടായ്മ വരുമ്പോഴാണ് കൂട്ടായ്മയ്ക്കകത്ത് ചില നിയമങ്ങളൊക്കെ ഉണ്ടാവും. ഈ സന്തോഷം പ്രകടിപ്പിക്കാൻ നിയമങ്ങൾ ശ്രേഷ്ഠതയുടെ അടയാളമായിട്ട് മാറും നിയമവും നിയന്ത്രണങ്ങളും. കാരണം നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ലും 8-ലും 2 ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുന്നു. നിയമാവർത്തനം 4-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വായിക്കാൻ നല്ലതാണ്. ആദ്യത്തെ ശ്രേഷ്ഠത, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ഇത്രമാത്രം അടുത്തു വരുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. വിശ്വാസം വഴി ഒരു ബോധ്യമുണ്ട്, ദൈവം ഉള്ളിലുണ്ട്, ദൈവം വിളിച്ചാൽ അടുത്തു വരും. ദൈവം ഇത്രമാത്രം അടുത്തു വരുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഏറ്റവും വലിയ ശ്രേഷ്ഠത വിശുദ്ധ കുർബാനയാണ്. നമ്മൾ ഈശോയെ തിന്നാൻ നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളുടെ ആഗ്രഹം, മാതാപിതാക്കൾ മക്കളെ തിന്നുകയല്ല, സ്നേഹം വരുമ്പോൾ കടിച്ചൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും. എനിക്ക് നിന്നെ കടിച്ച് തിന്നാൻ സ്നേഹമുണ്ടോ എന്നൊക്കെ പണ്ട് പറയുമ്പോൾ, ഇപ്പൊ പറയുമെന്ന് അറിയത്തില്ല, സമയമില്ല പറയാനോ, ആർക്കും സമയമില്ല. ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് പിള്ളേർ എടുക്കാൻ പോകുന്ന സമയം. പണ്ടൊക്കെ പിള്ളേരെ എടുത്തു പിടിക്കാൻ സമയമുണ്ടായിരുന്നു. കടിച്ച് തിന്നാൻ സ്നേഹമുണ്ടെന്ന് പറയുമായിരുന്നു, കടിക്കുകയും ചെയ്യുമായിരുന്നു. പല്ല് കൂട്ടാതെ ഫോണം കൊണ്ട് കടിച്ച് കൊച്ചിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കും. നിന്നെ തിന്നാൻ സ്നേഹവും. ഇത് കൊച്ചിനെ തിന്നുമല്ല, കൊച്ചിന് തിന്നാൻ കൊടുക്കുക. തിന്നാൻ കൊടുക്കാനാണ് കാരണവന്മാർ പണിയെടുക്കുന്നത്. പകൽ അധികോളം അധ്വാനിക്കുവാൻ. ഇന്നിപ്പോൾ പണിയെടുക്കലും കുറവാണ്. എങ്ങനെയും തട്ടിപ്പ് വെട്ടിപ്പൊക്കെ ആയിട്ട് കാര്യങ്ങൾ നേരിടും. പണ്ടൊക്കെ കൃഷിക്കാര്യങ്ങൾ പകലന്തിയോളം പണിയെടുത്ത് കന്നുകാലിയെ വളർത്തി, ആടിനെ വളർത്തി, കോഴിയെ വളർത്തി, അതുപോലെ കൃഷി ചെയ്ത് അതും ഇതും ചെയ്ത് കാരണവന്മാര് മക്കൾക്ക് തിന്നാൻ സ്വയം വിട്ടുകൊടുക്കുന്ന അവസ്ഥ. അങ്ങനെ മക്കള് കാരണവന്മാരെ തിന്നാൻ വരുന്നതെങ്കിൽ ഈശോയുടെ ആഗ്രഹവും ഈശോയെ തിന്നു ജീവിക്കണമെന്നാണ്. ഈശോയെ തിന്നു ജീവിക്കാനാണ് കുർബാന. ഭക്ഷിക്കാനവർ എടുത്ത് ഭക്ഷിക്ക്, എടുത്ത് പാനം ചെയ്യ്. നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എന്റെ മാംസം, എന്റെ ശരീരം, നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന രക്തം, നിങ്ങൾ എന്നെ തിന്ന് നിങ്ങൾ ജീവിച്ച് കണ്ടാൽ മതി. തന്നെ ഭക്ഷിക്കാൻ ഈശോ വിട്ടു തരുമ്പോൾ അതാണ് ശ്രേഷ്ഠത. വിശുദ്ധ കുർബാനയിൽ ദൈവം ഇത്രമാത്രം അടുത്തു വരുന്ന വേറെ ഒരു ശ്രേഷ്ഠ ജനതയില്ല. നമുക്കാണ് അതിനുള്ള ശ്രേഷ്ഠത. കൈയെടുക്കാൻ, ഭക്ഷിക്കാൻ, കൈകാര്യം ചെയ്യാൻ ഒക്കെ കർത്താവ് അനുഭവം തന്നിട്ടുണ്ട്. ഇവിടെയാണ് അടുത്ത ശ്രേഷ്ഠത, നിയമാവർത്തനം 4-8. അങ്ങനെ നിങ്ങൾ ശ്രേഷ്ഠരാണെങ്കിൽ ഞാൻ നൽകിയിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിക്ക് നിരക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും വേറെ ഏത് ശ്രേഷ്ഠ ജനതയ്ക്കാവുള്ളത്? നിങ്ങൾ ഇത്ര ശ്രേഷ്ഠരാണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല. ശ്രേഷ്ഠത കൂടുന്തോറും നിയന്ത്രണം കൂടിക്കൊണ്ടിരിക്കും. ശ്രേഷ്ഠത കൂടുന്തോറും നിയന്ത്രണം കൂടിക്കൊണ്ടിരിക്കും. പണ്ട് എവിടെ എന്ത് ചെയ്യാമായിരുന്നു. പക്ഷെ വലുതായി കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണം. അങ്ങനെയാണ് അച്ചടക്കമുള്ള ജനമായി നമ്മൾ മാറുന്നത്. ഇതാണ് സഭയ്ക്ക് നിയമങ്ങളും നിയന്ത്രണങ്ങളും 10 പ്രമാണവും സഭയുടെ നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം വരുമ്പോൾ തീർച്ചയായും അതൊരു നിയമാനുഷ്ഠാന വിശ്വാസമായി മാറും. അതിനകത്ത് നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമവും നിയന്ത്രണങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇതെങ്ങനെ പാലിക്കും. ഇത് പാലിക്കാത്ത എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസി മാനസാന്തരപ്പെട്ട് ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം നമ്മൾ പറയുമ്പോൾ തന്നെ ഫ്രാൻസിസ് അസീസി ഞാൻ തോറ്റു തിന്നാൻ പാടി. നമ്മളാരും പറയല്ല. നമ്മളൊക്കെ പറഞ്ഞു ഞങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യർ. ഞാൻ ഉൾപ്പെടെ നമ്മുടെ കലിപ്പ് കണ്ടില്ലേ, ഭയങ്കര 2 കുർബാനയും സന്ദേശം കൊടുത്ത് ഇന്നിപ്പോൾ അടുത്ത സന്ദേശമാണ്. ഇന്നലെ വൈകുന്നേരം ചാലക്കുടി വരെ പോയാൽ അവിടെ സന്ദേശം കൊടുത്തു. നമ്മളിങ്ങനെ ഓടി നടന്ന് ഓൾസേക്കാട്ട് റീറ്റെയിലായിട്ടും സന്ദേശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി അതിലൊന്നും പോയില്ല. അസീസി പോയത് മാർപ്പാപ്പയുടെ അടുത്തേക്കാണ്. ഒരു ഒറ്റ മുട്ടുകുത്താണ്. മുമ്പിൽ പോയി മുട്ടുകുത്തി. എന്നാ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നേ നെറ്റിയൊക്കെ ഒരു കുരിശുവരെ തന്നെ, നെറ്റിയൊക്കെ കുരിശ് വരുന്നത് തന്നെ. അപ്പോൾ മാർപ്പാപ്പ ഞങ്ങളെ ഒറ്റ പരിപാടി കുരിശുവരെയായിട്ട് വന്നിരിക്കുന്നു. വീട്ടിൽ പോയി കുരിശ് വരയ്ക്കാൻ പറ്റും.
അങ്ങനെയൊന്നും അല്ല മാർപ്പാപ്പ പിതാവേ. ഞാൻ ഈ ബൈബിൾ വായിച്ചു, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി, ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ തോറ്റു തുന്നം കെട്ടുന്നില്ല, പൊട്ടുവോ, ഞാൻ രക്ഷപ്പെടുന്നില്ല. ഞാൻ അത് മാർപ്പാപ്പ നെറ്റിയിൽ കുരിശു വരതാ. മാർപ്പാപ്പ നെറ്റിയിൽ കുരിശു വരച്ചാൽ എനിക്ക് ദൈവാനുഗ്രഹം കിട്ടും, സഭയുടെ സപ്പോർട്ട് കിട്ടും. അങ്ങനെ എനിക്ക് സഭയുടെ സപ്പോർട്ട് വേണം, എനിക്ക് പിതാവിന്റെ പ്രാർത്ഥന സപ്പോർട്ട് വേണം, ഒരു കുരിശുവര നെറ്റിയെ തരണം. ഇതൊന്ന് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് മാർപ്പാപ്പ പറഞ്ഞു, ഒന്നല്ല വേണം 2-3 വർഷം. മെത്രാന്മാരൊക്കെ 3 കുരിശുവര ആശീർവാദം നോക്കിക്കൊണ്ട് അങ്ങനെ 3 ആചരിക്കും. മാർപ്പാപ്പ ഒരു 3-4 കുരിശുവര വെച്ച് കൊടുത്തു. അങ്ങനെ ഫ്രാൻസിസ് കുരിശും പല വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് ജീവിക്കാൻ തുടങ്ങിയത്. ഇവിടെയാണ് പ്രാർത്ഥന വേണം. ഇതാണ് ഈശോ പറഞ്ഞത്, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മാത്രമേ ഈ ശക്തിയെ ഔട്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായും പ്രാർത്ഥന അന്തരീക്ഷം വേണം. സ്ഥിരമായ നിരന്തരമായ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ മാത്രമേ ഇപ്പോൾ പറഞ്ഞ ഇതിനെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ബഹിഷ്കരിക്കാമെന്ന് പോകണ്ട, തന്നെ ബഹിഷ്കരിക്കപ്പെട്ടോളും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, അവൻ ലോകത്തിന് വെളിച്ചമായിരുന്നു, ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ല. അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ല. ഇരുട്ടിനെ ഓടിക്കാന്ന് പോകണ്ട, വെളിച്ചം വന്നാൽ പോരെ. വെളിച്ചം വന്നാൽ ഇരുട്ട് പൊക്കോളൂല്ലേ, ഏതോ വഴിക്കാൻ പൊക്കോളൂ. പിറ്റേക്കൂടെയാണോ മോളിക്കൂടെയാണോ എതിരെ പോയത്, നമ്മളതിനെ പിന്നാലെ അന്വേഷിച്ചു പോകുന്നത്. അവനവന്റെ വഴിക്ക് സ്റ്റാൻഡ് വിട്ടോളും. വെളിച്ചം വരണം, പ്രകാശം വരണം, ദാഹം മാറും. വെള്ളം കുടിച്ചാൽ മതി. ദാഹം എന്ന് പറഞ്ഞ് ദാഹത്തെ ബഹിഷ്കരിക്കാൻ പോയ ദാഹം മാറുമോ? പകരം വെള്ളം കുടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ദാഹം മാറി കിട്ടും. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിച്ചാൽ മതി. അത് വിശപ്പ് പോട്ടെ വിശപ്പ് പോകും. അപ്പൊ നമ്മളത് ഒത്തിരി ബഹിഷ്കരിക്കാണ്ട് പോകണ്ട. ദൈവത്തിന്റെ ചൈതന്യം വരുമ്പോൾ ഇവൻ ഔട്ടാകും. പ്രിയമുള്ളവർ, ഇവിടെയാണ് സഭ പഠിപ്പിക്കുന്നത്. അടുത്തതായിട്ട് മാർപ്പാപ്പ വളരെ പെട്ടെന്ന് 8 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. കാരണം വിശപ്പ് പോകണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ, ബഹിഷ്കരിച്ചാൽ പോരല്ലോ. പിന്നെ വിശപ്പ് ബഹിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഭക്ഷണം കഴിച്ചു തന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ബഹിഷ്കരിക്കാൻ താല്പര്യമില്ല, ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റാം. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. 8 പോയിന്റ് CCC പറയുന്നതാ. ഇങ്ങനെ പോകുമ്പോൾ 8 കാര്യത്തിൽ 1 വചനം പറയണമല്ലോ. നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വചനാധിഷ്ഠിതമായി ജീവിക്കണം, വചനം വായിക്കണം, വചനം ഭക്ഷിക്കണം, വചനം പ്രാർത്ഥനാന്തരീക്ഷത്തിൽ കൈകാര്യം ചെയ്യണം, ബൈബിൾ വായിക്കണം. ഈ വചനത്തെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ കൈകാര്യം ചെയ്ത് ഈ വചനം വായിച്ച് വചനം ഭക്ഷിക്കണം. കാരണം നമ്മളോടൊക്കെ പറയുന്നത് വചനം ഭക്ഷിക്കാനാ. പഴയ നിയമത്തിലൊക്കെ എല്ലാം വചനം ഭക്ഷിച്ചവരാ, വചനത്തെ അതിരത്തിൽ സ്വീകരിച്ചവരാ. യെശയ്യാ പ്രവാചകന്റെ അതിരം വിശദീകരിച്ചു. ജെറമിയായുടെ അതിരങ്ങളിൽ വചനം പങ്കു കൊടുത്തു. എസെക്കിയേലിനോട് വചനം വിഴുങ്ങാനാ പറയും. വചനം വിഴുങ്ങികളാ, വചനം വിഴുങ്ങണം. വേറെ ഒന്നും വിഴുങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. തമ്പുരാന്റെ വചനം വിഴുങ്ങാൻ തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വിഴുങ്ങി അതൊക്കെ ദഹിപ്പിച്ച് വചനത്താൽ ശക്തി പ്രാപിക്കുക. 2 വചനത്തെ മാംസം ധരിപ്പിച്ചു കർത്താവ്. പെന്തക്കോസ്തക്കാർ പറയും പോലെ വചനമായിട്ട് നിൽക്കും എല്ലാ ചെയ്തത്. വചനം മാംസം ധരിച്ചു, നമ്മളുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം. വചനം മാംസം ധരിച്ചു, പ്രാക്ടിക്കലായി, ഷെയ്പ്പുണ്ടായി, മാംസം ശരീരത്തിന്റെ ഷെയ്പ്പിലേക്ക് വന്നു. അങ്ങനെ കർത്താവ് പറയുക മാത്രമല്ല, പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചതാണ് 7 കൂദാശയെ മാറിയത്. ഡീഡ് ഓഫ് ഗോഡ്, യേശുവിന്റെ പ്രവൃത്തികൾ, 7 കൂദാശകൾ. ദൈവത്തിന്റെ കാണപ്പെടാത്ത പ്രസാദം തരുന്നതിന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈശോ സ്ഥാപിച്ച ദൃശ്യമായ അടയാളമാണ് കൂദാശകൾ. ഈശോ സ്ഥാപിച്ച ദൃശ്യമായ അടയാളമാണ് കൂദാശ. കൂദാശ അടയാളമാണ്. ഈ അടയാളം എന്ന് പറയുമ്പോൾ അടി തീ ഉണ്ടെങ്കിൽ മോളിൽ പുകയുണ്ട്. മോളിൽ പുകയുണ്ടാകണമെങ്കിൽ അടി തീ വേണം. തീ ഇല്ലാതെ മോളിൽ പുകയൊന്നും പുകന്ന് തന്നിട്ടാണ്. പുകയൊക്കെ പറഞ്ഞു പിടിപ്പിക്കാം. നമുക്ക് പുകമയമാക്കാം. വാചക സ്വരത്തല്ല. അടി തീ ഉണ്ടെങ്കിൽ മോളിൽ തന്നെ പുക ഉണ്ടായിരുന്നു. ഇതാ കൂദാശ. വരപ്രസാദം കിട്ടണം. അതുകൊണ്ടാണ് 7 കൂദാശകൾ. പ്രധാനപ്പെട്ട കൂദാശ മാമൂസ തന്നെയാണ്. മാമുദീസായിലാണ് ആരംഭിക്കുന്നത്. ഭൗതിക ശരീരത്തിലേക്ക് വരുന്നത്. പിശാചിനെ ഔട്ടാക്കുന്നു. ആരംഭിച്ചു കഴിഞ്ഞു, പിശാച് പുറത്തായി കഴിഞ്ഞു. മാമോദീസ എന്ന് പറയുന്നത് പിശാചിനെ ഔട്ടാക്കി പകരം യേശുവിനെ സ്വീകരിച്ചതാണ്. യേശുവിനെ സ്വീകരിച്ചവർക്ക് തമ്മിൽ ബന്ധമുണ്ട്. അതാണ് നമ്മുടെ കൂട്ടായ്മ, ഇടവക. 3 പോയിന്റാണ് മാമോസ സംഭവിക്കുന്നത്. 1, ജന്മപാപത്തോടും കർമ്മപാപത്തോടും കൂടിയോ ജീവിക്കുമ്പോൾ തിന്മയെ ഔട്ടാക്കി സഭാത്മകമായി യേശുവിനെ സ്വീകരിച്ചു ഹൃദയത്തിൽ. 3, കൂട്ടായ്മയുടെ അനുഭവം. അങ്ങനെ മാമോദീസായുടെ ആരംഭിച്ച് അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർബാന പറഞ്ഞു കഴിഞ്ഞു. കർത്താവിനെ തിന്നണം, കർത്താവിനെ കഴിക്കണം, കർത്താവിനെ കുടിക്കണം. പരിപത്തി ശരീരമായി, അപ്പമായി, അങ്ങനെ നമുക്ക് തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുന്നു. 7 കൂദാശകളിലൂടെ കടന്നു പോകണം ഒരു വ്യക്തി. ഇവിടെയാണ് കൂദാശ അനുകരണങ്ങൾ. 3ാമതൊരു പോയിന്റുണ്ട്. കൂദാശ ഔദ്യോഗികമാണ്. അച്ഛൻ വേണം, മനസ്സിലായല്ലോ. കയ്യൊപ്പ് പ്രാർത്ഥനയ്ക്കൊക്കെ അച്ഛൻ വേണം. നമുക്ക്
ബുദ്ധിമുട്ടാണ് ആ കാര്യമൊക്കെ. അങ്ങനെ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടുന്നൊക്കെ ഉണ്ട്. ഔദ്യോഗിക ശുശ്രൂഷകൾ, കൂദാശകൾ, വൈദികരാണ്. കുമ്പസാരക്കൂട് എല്ലാം നോക്കിക്കോ, കത്രാന വൈദികനാണ്. ഇവിടെയാണ് സഭ നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയെന്നാണ് കൂദാശ അനുകരണങ്ങൾ. ആർക്കും ചൊല്ലാമോ? ഒരു കൊന്തയില്ലാന്നൊക്കെ എത്ര നക്ഷത്ര മുടിയൊക്കെ നമ്മൾ പാടി. നക്ഷത്ര മുടി 12 കൊന്തയൊക്കെ നക്ഷത്ര മുടിയായി മാതാവിന്. ഈ ക്രിസ്മസ് സീസണൊക്കെ അല്ലേ കുറെ നക്ഷത്ര മുടിയൊക്കെ പഠനങ്ങൾ വെക്കെ. മാതാവ് ഒന്ന് സുന്ദരിയായി മാറട്ടെ. നക്ഷത്ര മുടി അമ്മച്ചിമാർക്ക് അറിയാം. ഞാൻ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂദാശ അനുകരണത്തിന്റെ ഭയങ്കര പാർട്ടീസായിരിക്കുന്നവർ ഓരോരുത്തരും. ശല്യം കുറെ കൊന്തയൊക്കെ ഇങ്ങനെ കരുണക്കൊന്ത. അതുപോലെ പുരുഷന്റെ വഴി സഭയിൽ എന്തുമാത്രം കൂദാശ അനുകരണങ്ങളുണ്ട്, നൊവേനകൾ ഒക്കെ. കൂദാശ അനുകരണങ്ങളിലൂടെ കടന്നു പോകണം. നിരന്തരമായ പ്രാർത്ഥനാന്തരീക്ഷം വീണ്ടും വരികയും തിയോളജിക്ക് പ്രയറാണ് കൂദാശ. ഔദ്യോഗികമായ പുസ്തകമൊക്കെ ഉണ്ട്, നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യണം. അതേസമയം നമുക്ക് പ്രാക്ടിക്കലായി പ്രൈവറ്റായി ചെയ്യാവുന്ന ഒത്തിരി കൂദാശ അനുകരണങ്ങളുണ്ട്. കൂദാശ അനുകരണങ്ങളിലൂടെ ഈ പ്രാർത്ഥനാന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നിലനിർത്തണം, നമ്മുടെ ചുറ്റുപാട് നമ്മൾ നിലനിർത്തണം. കൂദാശ അനുകരണങ്ങൾ, ഈ വചനവും കൂദാശകളും കൂദാശ അനുകരണങ്ങളും അനുഭവിച്ച് അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു വരാൻ വിശുദ്ധന്മാർ. 4ാമത്തെ പോയിന്റ്, സഭയിൽ വിശുദ്ധരുണ്ട്. ഇത് ഉട്ടോപ്യൻ ഐഡിയ അല്ല, ഇത് കുറെ ആശയമല്ല, ഇതൊക്കെ അനുഭവമാക്കി. ഇത് കാവറക്കുര്യാസച്ചൻ നമ്മുടെ മുമ്പിൽ ജീവിച്ച ആളാണ്. അതുപോലെ ലൂപ്രസിയമ്മ, അൽഫോൻസാമ്മ, ഇഷ്ടം പോലെ വിശുദ്ധര് കേരളത്തിലുണ്ടാവുകയും ഈ ധ്യാനം കൂടി നിങ്ങളൊക്കെ വിശുദ്ധരായി മാറ്റാമെന്ന് ആഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ ഈ പദത്തിൻ്റെ പേരതിനകത്ത് വരുമല്ലോ. കുർബാനയെല്ലാം ഭാഗ്യത്തിനകത്ത് ഭാഗ്യമായി. ഞങ്ങൾ വഴി നിങ്ങൾ വിശുദ്ധരാകുമ്പോൾ നിങ്ങൾ വഴി ഞങ്ങൾക്ക് മുകളിലെത്താം. അതെങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വിശുദ്ധരോട് സഭയ്ക്ക് വണക്കമുണ്ട്. പന്തക്കോസ്തക്കാരെ പറയും പോലെ ഇത് നേരിട്ടുള്ള പരിപാടിയല്ല. ഉൽപ്പത്തി പുസ്തകം 49-29 വായിക്കുക. ഉൽപ്പത്തി 49-ാം അധ്യായം 29 വായിക്കും. യാക്കോബിന്റെ മരണം കാണുന്നത്. യാക്കോബിന്റെ മരണത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ എവിടെ അടക്കണമെന്നൊക്കെ യാക്കോബ് പറയുന്നുണ്ട്. ആ വല്യപ്പൻ അബ്രാഹം സ്ഥലം വാങ്ങിച്ചു, സെമിത്തേരിയാക്കി മാറ്റി. അവിടെ അബ്രാഹത്തെ അടക്കി, സാറായി അടക്കി, അതുപോലെ ഇസഹാക്കിനെ അടക്കി, റബക്കായെ അടക്കി. അദ്ദേഹത്തിന് ആദ്യ ഭാര്യ ലയായെ അവിടെ അടക്കിയിട്ടുണ്ട്. താനും മരിക്കുമ്പോൾ തന്നെ അവിടെ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യാക്കോബ് ഭാഗ്യവാൻ കടലിലേക്ക് തിരിഞ്ഞ് അന്ത്യശ്വാസം വലിച്ചെന്നാ പറയുന്നത്. അന്ത്യശ്വാസം വലിച്ച് ജനത്തോട് ചേർന്നു. അന്ത്യശ്വാസം വലിച്ച് അവൻ ജനത്തോട് ചേർന്നു. നമ്മൾ പന്തക്കോസ്തക്കാർ പറയും പോലെ നേരിട്ട് ദൈവത്തോട് ചേരുകയല്ല, നേരിട്ട് നമ്മളിങ്ങനെ മെസ്സേജ് സ്വീകരിക്കുകയല്ല. നമ്മൾ ജനത്തോടാ ചേരുന്നത്, ദൈവജനത്തോടാ ചേരുന്നത്. ദൈവജനം വേണം നമ്മുടെ ചുറ്റും. ജനത്തോട് ചേർന്നാണ് ദൈവത്തോട് ചേരുന്നത്. ഇനി സംശയമുണ്ടെങ്കിൽ നിയമാവർത്തനം 32 വായിച്ചു. നിയമാവർത്തനം 32 2 പേരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് മോശയാ. നിയമാവർത്തനം 32-ന്റെ 49 വായിക്കുമ്പോൾ മോശയോട് പറയുന്നുണ്ട്, നെബോ മലയിൽ കയറി നീ കാണാൻ ചുറ്റും നോക്കിക്കൂ. നെബോ മലയിൽ കയറി കാണാൻ ചുറ്റും നോക്കണം. എന്നിട്ട് നിന്റെ സഹോദരൻ അഹറോ മരിച്ച് ജനത്തോട് ചേർന്നതുപോലെ നീയും ജനത്തോട് ചേരും. മരിച്ച് ജനത്തോട് ചേരുന്നു. അഹറോ ചേർന്നു, നീയും ചേരും. നമ്മളൊക്കെ ചേരുന്നത് ജനത്തോടാണ്. ആ ജനമാണ് വിശുദ്ധര്, ദൈവത്തിന്റെ ജനം. ആ ജനത്തോടെ ചേരുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയൊക്കെ അതിനകത്ത് മെയിൻ സ്ഥാനത്താണ് നിൽക്കുന്നത്. 1-ാം സ്ഥാനത്ത് പരിശുദ്ധ അമ്മയും അമ്മയോട് ചേർന്ന് മറ്റു വിശുദ്ധരും. അങ്ങനെ കത്തോലിക്കാ സഭയിൽ വിശുദ്ധരോട് വണക്കമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അവരോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ചേർന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ഈ 4 പോയിന്റ് കഴിയുമ്പോൾ 5-ാമത്തെ പോയിന്റ് വരും. നമുക്ക് ഇത്രയൊക്കെ ആകുമ്പോഴേക്കും ഒരു പവറൊക്കെ ഉണ്ടാവും. സിദ്ധി, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ ഇത്രയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു 5-ാമത്തെ പോയിന്റ് ഒക്കെ ഉണ്ടാകും. നമുക്കൊരു പവർ കിട്ടും, ഒരു കരുത്ത് കിട്ടും. അതിനാണ് കസ്മാറ്റിക് മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ സിദ്ധികൾ എന്ന് പറയുന്നത്, വരങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തി. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടാകും, ദൈവിക ഫലങ്ങൾ ഉണ്ടാകും, ദൈവിക കരുത്തുണ്ടാകും, പവറുണ്ടാകും. ദൈവത്തിന്റെ ശക്തിയാൽ നമ്മൾ നിറയും. അതിനാണ് കസ്മാറ്റിക് ഭാഷയിൽ വരങ്ങൾ 12 ഭാഷയുടെ വരങ്ങളുണ്ട്, പ്രവൃത്തിയുടെ വരങ്ങളുണ്ട്, ബുദ്ധിയുടെ വരങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും ശരീരമൊക്കെ മനസ്സും എല്ലാം ഒരു പവർ കൊണ്ട് നിറയും. അഭിഷേകം എന്നൊക്കെ പറയും. അഭിഷേകം, അനോയിന്റിങ്. അങ്ങനെ അനോയിന്റിങ് കിട്ടുമ്പോഴാണ് ഒരു 6-ാമത്തെ പോയിന്റ് വരുന്നത്. ഇവിടെയാണ് സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ വീണ്ടും വരുന്നു. സഭയുടെ കാലഘട്ടം അനുസരിച്ചുള്ള പഠനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നുണ്ട്. സഭാത്മകമായ ആനുകാലിക പഠനങ്ങളുണ്ട്. 7-ാമത്തെ പോയിന്റ് പാരമ്പര്യമാണ്. ഇതൊക്കെ എഴുതപ്പെടണം നിർബന്ധമൊന്നുമില്ല. എല്ലാം എഴുതിയിട്ടൊന്നും അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ 2014 വർഷമായി സഭയിൽ ഒരു പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. ഓഡിൻ ട്രഡീഷൻ, ഒരു വിശുദ്ധ പാരമ്പര്യത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് സഭയുടെ പ്രവർത്തനമെല്ലാം പോകുന്നത്. 8-ാമത്തെ പോയിന്റ്
അതാണ് ഇനി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ പാരമ്പര്യത്തിലൊക്കെ വിശ്വസിച്ച് വചനത്തെ തുടങ്ങിയത് വചനവും കൂദാശ അനുകരണങ്ങളും വിശുദ്ധനും സിദ്ധിയും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളും പാരമ്പര്യമൊക്കെ ഉൾക്കൊണ്ടിട്ട് വെറുതെ പോയിരിക്കാനല്ല. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് ചാടി ഇറക്കണം, പ്രവർത്തിക്കണം. അപ്പസ്തോലികവും പ്രേക്ഷിതപരവുമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ തന്ത്രം നമ്മളെ നയിക്കുന്നത്. അപ്പസ്തോലികവും, 2 വാക്കാണ് അവിടെ മാർപ്പാപ്പ കുറിക്കുന്നത്. അപ്പസ്തോലികം, 2 പ്രേക്ഷിതം. അപ്പസ്തോലികം എന്താ? നമ്മളൊക്കെ അയക്കപ്പെട്ടവരാണ്. നമ്മളൊക്കെ അയക്കപ്പെട്ട